ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ ഇവ ഹന്ന വൈബ്സ്. അപ്പം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു പാനിപ്പൂരി റെസിപ്പിയായിട്ടാണ്. അതിനാവശ്യമായിട്ട് നമുക്ക് 2 ചട്നിയാണ് മെയിനായിട്ട് തയ്യാറാക്കേണ്ടത്. ഒരെണ്ണം കൊറിയാണ്ടർ ലീഫ് ചട്നിയും വേറൊരെണ്ണം ടാമ്പറൈൻ ചട്നിയും. അപ്പോൾ ആദ്യമായി നമുക്ക് കൊറിയാണ്ടർ ലീഫ് ചട്നി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് കൊറിയാണ്ടർ ലീഫ് വേണം, ഒരു ഹാഫ് സ്ലൈസ്ഡ് ലെമൺ വേണം, കുറച്ച് ഉപ്പ്, 2 ചില്ലി വേണം, ഗ്രീൻ ചില്ലി, അതുപോലെ തന്നെ ഒരു പിഞ്ച് റെഡ് ചില്ലി പൗഡറും വേണം. ആദ്യമായി നമുക്ക് ഇത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യമായി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചട്നി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. അതൊരു ലൂസി കൺസിസ്റ്റൻസി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ടാമ്പറൈൻ ചട്നി തയ്യാറാക്കാം. അതിനായി നമുക്ക് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ നന്നായി സ്ക്യൂസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഒരു പാൻ എടുത്ത് നമ്മൾ സോക്ക് ചെയ്ത ആ പുളിവെള്ളം ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് ജാഗരി, അതുപോലെ തന്നെ ഒരു ഹാഫ് സ്പൂണ് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ബോയിലാകുന്നതോടെ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 ചട്നിയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് പൂരിക്കായിട്ട് നമുക്ക് ഫ്രൈംസ് വറുത്തെടുക്കാം. ഇതിപ്പം കടയിൽ മേടിക്കാൻ കിട്ടും ഇതുപോലത്തെ പാനിപ്പൂരി ഫ്രൈംസ്. അങ്ങനെ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പ് ആകുന്നതോടും വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പ് ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണയൊക്കെ തോർന്ന് ജസ്റ്റ് വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിക്കായിട്ടുള്ള പൂരിയും ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഫില്ലിങ്സിനായിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഒണിയൻ നന്നായി ചോപ്പ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ്, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല. ആദ്യമായി നമുക്ക് നന്നായിട്ട് പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിലേക്ക് നമുക്ക് കുറച്ച് ഒണിയൻ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇടാം. അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീഫ്, ചില്ലി പൗഡർ, ലാസ്റ്റ് നമുക്ക് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പാനിപ്പൂരി സെറ്റ് ചെയ്ത് എടുക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് നമ്മുടെ തമ്പ് കൊണ്ട് ഈ പൂരിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേക്കും അത് നന്നായിട്ടിങ്ങനെ പൊടിഞ്ഞ് അകത്തേക്ക് വീഴും. അതിലേക്ക് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള പൊട്ടറ്റോയുടെ മിക്സ് ആദ്യം വെക്കാം. അതിലേക്ക് കുറച്ച് സോസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ചട്നിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പാനിപ്പൂരി റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തണം. അപ്പോൾ ഞങ്ങൾ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.